ഹായ് പ്രിയമുള്ളവരെ, ഒരാൾ മതവിശ്വാസിയായി ജീവിക്കുന്നു. അതിന് കാരണം അവരുടെ മാതാപിതാക്കളുടെ മതത്തിലാണ് വളർന്നത്, പരിശീലിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ്. മാതാപിതാക്കൾ നമസ്കരിക്കുന്നത് കാണുന്നു, അവരും നമസ്കരിക്കുന്നു. അവർ നോമ്പ് പിടിക്കുന്നത് കാണുന്നു, ഇവരും നോമ്പ് പിടിക്കുന്നു. കുറച്ച് വളർന്നപ്പോൾ ഉമ്മ തട്ടമിടാൻ പറയുന്നു, തട്ടമിട്ടു. മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നു, മദ്രസയിൽ പോകുന്നു, പഠിക്കുന്നു. ആ രൂപത്തിൽ ഒരു ക്രിയേഷനാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലേക്കായി അവർ മാറുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഈ മതം പഠിച്ച് മറ്റു ഇതര മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഈ മതമാണ് എല്ലാത്തിലും മെച്ചം എന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുക്കുന്നതല്ല നമ്മളിൽ 99.9% ആളുകളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പരിശീലിക്കപ്പെട്ടതും നമ്മൾ വളർന്നതും നമ്മൾ ജനിച്ചതും ഒക്കെ ആയ ഒരു സാഹചര്യത്തിലെ ആ മതബോധമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും വിവരക്കേടുകളിലുമൊക്കെ കഴിഞ്ഞിരുന്ന ഒരു മതത്തിൻ്റെ അനുഭാവിയായിട്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത്. ഇപ്പോൾ ബാങ്കുവിളി കേൾക്കുമ്പോൾ ഒരു ഇലയെങ്കിലും പറിച്ച് അതല്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും എടുത്ത് ഇങ്ങനെ ഉച്ചയ്ക്കൊന്ന് വെക്കണം, ഉച്ചയൊന്ന് മറയ്ക്കണം. തലയിൽ തൊപ്പിയും തലപ്പാവും ഒക്കെ വെച്ച ഒരു ഉസ്താദിനെ കാണുമ്പോൾ പെട്ടെന്ന് തുണിയെടുത്ത് തലയിലിടണം. ആ ഒരു ബോധത്തിലാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം നമ്മൾ വളർന്നു വരുന്നതും കാണുന്നതും പഠിക്കുന്നതും ഒക്കെ. അങ്ങനെ കൃത്യമായ നമസ്കാരം, ശിക്ഷണങ്ങൾ അങ്ങനെയൊന്നുമല്ല. നോമ്പ് പിടിക്കുന്നു, കൂട്ടുകാരും ഒക്കെ ഒത്ത് പട്ടിണിക്കിരിക്കുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ വിശന്നിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നോമ്പ് കാലമല്ലേ, ബാക്കിലത്തെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയും. അവർ സ്കൂളിൽ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലെ രീതികളൊക്കെ നമുക്കറിയാം, ഇന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് അന്നത്തെക്കാട്ടിൽ. അപ്പോൾ ഉച്ചയ്ക്ക് കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചു വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇവരോട് നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുകമ്പ. അങ്ങനെ അവരോട് ടീച്ചർ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അവരെ അടിക്കുന്നില്ല, അവരെ പിടിച്ചിറക്കി വിടുന്നില്ല. അങ്ങനെ ഒരുപാട് കൺസിഡറേഷൻസ് കിട്ടിയാണ് വളരുന്നത്. അതുപോലെ മുസ്ലിം കുട്ടികൾക്ക് മാത്രം സമൂഹത്തിൽ, അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ മാതാപിതാക്കൾക്കിടയിൽ, അവരുടെ കുടുംബക്കാർക്കിടയിലൊക്കെ ഒരു പ്രത്യേക പരിഗണന, നമ്മളെന്തോ ഒരു മുന്തിയ ജാതിയാണ് എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ വളരുന്നത്. കുറെ എത്തി നമ്മളൊക്കെ ആകെ അറിയുന്നത് നമ്മുടെ മതത്തെക്കുറിച്ച് നമ്മുടെ ഉസ്താദ് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ ആധികാരികമായ ഒരു വസ്തുതകളും നമുക്ക് അന്നും അറിയില്ല, ഇന്നും അറിയാത്തവരാണ് അനേകമുള്ളത്. ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അള്ളാഹു എങ്ങനെയുണ്ടായി, നബിയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്നിത്യാദി ഒരു ചോദ്യങ്ങളും നമ്മളോട് അലോഡല്ല. ഉസ്താദിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഉസ്താദന്മാരുടെ രീതികളൊക്കെ നമുക്കറിയാമല്ലോ. ഇന്ന് ക്ലബ് ഹൗസിലൊക്കെ നിരന്തരം നടക്കുന്ന ചർച്ചകളാണ് മദ്രസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ. ഒരുപാട് സ്ത്രീകൾ അവരുടെ കുടുംബ ജീവിതം പ്രയാസപ്പെട്ടിട്ടുണ്ട് മദ്രസ കാലഘട്ടത്തിലുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ട് ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല വളർച്ചയുടെ ഭാഗമാണ്. പലരും ചോദിക്കും, 1-2 യുക്തിവാദികൾ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് അലച്ചിട്ട് എന്താണ് കാര്യമുണ്ട്. ആ കാര്യമാണ് ഈ കാണുന്നത്, പറയാനുള്ള ഒരു ധൈര്യം. അവരിത്ര പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് നമ്മളും പറയണം. എന്താ പറഞ്ഞാല് എന്നുള്ളതിലേക്ക് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായത് യുക്തിവാദികൾ നിസ്വാർത്ഥമായി അവർ മനസ്സിലാക്കിയ സത്യങ്ങൾ, അവർ അനുഭവിച്ച വിഷയങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ മതം പഠിക്കുന്നു. മതം പഠിച്ചു കുറച്ചെത്തുമ്പോഴേക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു. ആ സംശയങ്ങൾക്ക് എങ്ങു നിന്നും ഒരു നിവാരണം ലഭിക്കുന്നില്ല. അങ്ങനെ സ്വയം ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നു, അവിടെ എഴുതി ചോദിക്കുന്നു. യൂട്യൂബ് വഴിയുള്ള വീഡിയോകളിലൂടെ ഉത്തരം ലഭിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യുക്തിവാദികൾ അധികവും ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും വളർന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മതം വിടുന്നത്, ഇസ്ലാമിൽ നിന്നാകുന്നത്? അതെ, അതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്നാണ് നമ്മുടെ മതം പറയുന്നത്. ഇനി ആ മതത്തെ പുൽകി ജീവിച്ചാലോ അവന് ലഭിക്കുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലുള്ളത് എന്താണ്? സ്വർഗം, നരകം, പരലോകം,
ഇത്തരത്തിലുള്ള വിഭാഗീയതകള്, വർഗീയതകള്, അന്യമത വിരോധങ്ങള്, യുദ്ധങ്ങൾ, കൊള്ള, കൊല, പിടിച്ചുപറി, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ മതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ മരണാസന്നമായ ദശയിലെത്തി എന്ന് പറയാനുള്ള കാരണം. അതായത് മതം വിടുന്നവനെ കൊല്ലണം എന്നാണ് പറയുന്നത്. ഇനി ഒരു ചോദ്യം ഇതാണ്, ആരാണ് അയാളെ കൊല്ലേണ്ടത്? ഈ കൊല്ലാൻ ഉത്തരവിടുന്നത് ആരാണ്? നമ്മളിപ്പോ കാണുന്നില്ലേ ISIS ഒക്കെ ആൾക്കാരെ കൊണ്ടുപോയി കൈയും കാലും ഒക്കെ പുറകോട്ട് പിടിച്ച് കെട്ടി കുനിഞ്ഞിരിക്കാൻ പറയുന്നു, എന്നിട്ട് തലയ്ക്ക് വെടിവെക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നതല്ലേ ഇതൊക്കെ. ചോദ്യം ഇതാണ്, സൃഷ്ടിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണെന്നും സംഹരിക്കാനുള്ള അധികാരവും അള്ളാഹുവിനാണെന്നും പഠിപ്പിക്കുന്ന ആ പടച്ച റബ്ബ് മതം വിട്ടവനെ കൊല്ലാൻ പറയുമ്പോൾ ആ അധികാരം അള്ളാഹു നൽകുന്നത് ആർക്കാണ്? നമ്മള് ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? ഒരു ജനാധിപത്യ നിയമ സംവിധാനങ്ങളോട് അനുഭാവം പുലർത്തുകയും അനുസരണ പുലർത്തുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ നിയമം എങ്ങനെയാണ് ആ നിയമത്തോട് കൂറു പുലർത്താൻ സാധിക്കുന്നത്? അതായത് ഇത്തരം മതനിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സുഹൃത്തായ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി, അയാളെ ദുബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു മതത്തിൽ ജനിച്ചു വളർന്നു. അയാളുടെ മാതാപിതാക്കൾ മതവിശ്വാസികളായിരുന്നു. ആ മതമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം അറബി കോളേജിൽ പഠിച്ചു. വീണ്ടും ആ മതം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നിർബന്ധിതനായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരുപാട് സംശയങ്ങൾ തോന്നി. അദ്ദേഹം പഠിച്ച വിഷയങ്ങൾ, അദ്ദേഹത്തിന് തോന്നിയ സംശയങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം സ്വയം ഉത്തരം കണ്ടെത്തി. ആ ഉത്തരം ജനങ്ങളോട്, ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നെപ്പോലെ ചോദ്യങ്ങൾ ഉള്ളിൽ ഒതുക്കി 1000 ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ഉത്തരം ഇതായിരിക്കുമോ എന്നറിയാനായി അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ മീഡിയകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇന്ന് അദ്ദേഹം ദുബൈ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ദുബൈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? രാജ്യനിയമം ലംഘിച്ചതാണോ? ഭരണാധികാരിയെ കൊല്ലാൻ ശ്രമിച്ചതിനോ വിമർശിച്ചതിനോ ആണോ? വധഭീഷണി പുലർത്തിയതിനാണോ? രാജ്യത്തെ വഞ്ചിച്ചോ? കള്ള വിസയിൽ ആ രാജ്യത്ത് പ്രവേശിച്ചോ? മോഷ്ടിച്ചോ, പിടിച്ചുപറിച്ചോ, വ്യഭിചരിച്ചോ? രാജ്യദ്രോഹ കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാണ്? മനുഷ്യന് നിസ്സാരമെന്നും മതഭ്രാന്തന്മാർക്ക് മാരകമെന്നും തോന്നുന്ന ഒരു വലിയ പ്രവൃത്തി ചെയ്തതിന് കുറ്റം എന്ന് ഞാനതിനെ പറയില്ല. ഇസ്ലാം മതം പഠിച്ചു. ആ പഠിച്ച മതം അങ്ങനെ തന്നെ പ്രമാണങ്ങളിൽ നിന്നും പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഉദ്ധരിച്ചതിന് മതത്തെ വിമർശിച്ചിട്ടുമില്ല അദ്ദേഹം. ഈ മതത്തിൽ, ഈ മതപ്രമാണത്തിൽ, ഈ ഗ്രന്ഥത്തിൽ ഇന്ന പേജിൽ ഇന്ന നമ്പറിൽ ഇതാണുള്ളത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് അതത്ര വലിയ ഗുരുതരമായ തെറ്റാണെങ്കിൽ എന്തിനാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പ്രാമാണികമാണ് ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത്? ആ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ ഉടനെ തന്നെ കുരിശിലേറ്റുമോ, കൊല്ലുമോ, ജയിലിലാകുമോ? അപ്പോൾ വിമർശിക്കത്തക്ക രൂപത്തിൽ എന്തെങ്കിലും മതത്തിലുണ്ടോ? അതാണ് നമ്മൾ അറിയേണ്ടത്. മതവിമർശകർക്ക് അപ്പോൾ കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ മതം വളരില്ല എന്ന ഒരു ധാരണ ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ടോ? അതോ അള്ളാഹുവിന്റെ നീതിബോധത്തിൽ, അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ ഇവർക്ക് വിശ്വാസം വന്നിട്ടില്ലേ ഇനിയും? കാരണം ഈ ഗ്രന്ഥം ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനിതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉത്തമമായ ശിക്ഷ കൊടുക്കാനും രക്ഷ കൊടുക്കാനും അള്ളാഹു പോന്നവനല്ലേ, അതിനൊക്കെ കഴിവുള്ളവനല്ലേ? ആ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ സൃഷ്ടികൾ വളഞ്ഞിട്ടക്രമിക്കുന്നത്? അപ്പോ മതത്തെ ആരെങ്കിലും വിമർശിച്ചാൽ അവൻ അപ്പോ തന്നെ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മതത്തിനെന്തോ കോട്ടം സംഭവിക്കുമെന്ന് മതവിശ്വാസികൾ ഭയന്നു പോയോ? മതരാഷ്ട്രം വളരില്ല എന്ന തിരിച്ചറിവാണോ ഇവർക്കുള്ളത്? അതെ, അതറിയണമെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത് എന്നറിയണം. ഈ മതത്തെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഇവർക്കുണ്ടാകുന്ന കോട്ടം എന്താണെന്ന് അറിയണം. വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ ഇവർക്ക് അറിയാമോ? അതായത് നമ്മളുടെ മതം മാത്രമാണ് ശരി, നമ്മളുടെ മതം മാത്രമാണ് ആത്യന്തികമായ സത്യം എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയെ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യം എന്ന ഉപമയാണ് എനിക്ക് മനസ്സിലാകുന്നത്. സയൻസിന്റെ മാർഗം ഉപയോഗിച്ച് സമ്പന്നമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ മനസ്സുകൾ ഇപ്പോഴും ശാസ്ത്രത്തിന്റെ നിയമങ്ങളെ ധിക്കരിക്കുന്ന,
പ്രാകൃത മത വിവരങ്ങൾ അടിഞ്ഞു കിടക്കുന്നു. ശാസ്ത്രബോധം നേടിയ ഓരോ മനുഷ്യന്റെയും, നമുക്കറിയാം ISIS പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ അധികം ആൾക്കാരും അഭ്യസ്തവിദ്യരാണ്. സമൂഹത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേജുകൾ അലങ്കരിക്കേണ്ടുന്ന തരത്തിലുള്ള വിദ്യാസമ്പന്നരായിരുന്നു അവരൊക്കെ. അവരുടെയൊക്കെ മനസ്സിലും ഈ മതത്തിന്റെ വിവരക്കേടുകൾ അടിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തെളിവില്ലാ കഥകൾ വിശ്വസിക്കുന്ന, ഒന്നും പറയാനില്ല നമുക്ക് അവരോട്. അതായത് വളരെ വ്യക്തമായി പ്രപഞ്ചത്തെ മൂടിക്കെട്ടുന്ന മതമനുഷ്യൻ എന്നും പ്രപഞ്ച നിയമങ്ങൾക്ക് എതിരു തന്നെയാണ്. ആധുനിക ശരീരവും പ്രാകൃത മനസ്സും അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് ഇന്ന് മീഡിയകൾ വഴി മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് വരുന്ന അധികവും മുസ്ലിം പെൺകുട്ടികളാണ്. കലാകായിക രംഗത്താണെങ്കിലും എല്ലാ മേഖലകളിലും, അഭിനയ രംഗം നോക്കൂ, പാട്ട് രംഗം നോക്കൂ, തട്ടമിട്ട പെൺകുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ആ തട്ടം വലിച്ചെറിയുന്നു. കാരണം അവർ ആധുനിക മനുഷ്യനാകുന്നു. ഒരുപാട് കാലമൊന്നും ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു തലമുറയെ ഒന്നും അടക്കി ഭരിക്കാൻ ആർക്കുമാകില്ല, മതത്തിനാകില്ല. മനുഷ്യരെ പ്രതിരോധിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ, എന്നാൽ സത്യത്തെ, തെളിവിനെ, അതിന്റെ വസ്തുതകളെ ഒരു കാലത്തും ആർക്കും പ്രതിരോധിക്കാനാവില്ല. ഒന്നോ രണ്ടോ 1000 യുവാക്കൾ പുതിയ ലോകത്ത് പുതിയ നിശബ്ദമായി അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തില് നമുക്ക് അബ്ദുൽ ഖാദറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ 1000 അബ്ദുൽ ഖാദർമാർ പിറവിയെടുക്കേണ്ടിയിരിക്കുന്നു. അതെ, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികളിലും റിയൽ ഐഡികളിലും സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇങ്ങനെ എഴുതി കുറിക്കുന്ന 1000 ആൾക്കാർ ഇന്ന് മീഡിയയിൽ അണിനിരക്കുമ്പോൾ മതം പരാജയപ്പെടുന്നു എന്നും ആധുനികത പുരോഗമിക്കുന്നു എന്നും നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. നന്ദി.